എന്റെ ജീവിതമല്ലാതെ ആയത്. നാട്ടുകാരുടെ മുമ്പിൽ ഞാനിപ്പോ ഒരു കള്ളനാ. എല്ലാ സത്യങ്ങളും നിങ്ങൾക്കറിയാം. ഇഷ്ടകാലമായില്ല സാറേ, ഇനിയെങ്കിലും പറയൂ. മസനഗുഡിയിൽ വെച്ച് ഉണ്ണിത്താനെ ആക്രമിച്ചവനെ പിടികൂടി ചോദ്യം ചെയ്തപ്പോ ആര് പറഞ്ഞിട്ടാ നീ അത് ചെയ്തത്? അവൻ വീരുവിന്റെ പേരല്ല പറഞ്ഞത്. സാർ രക്ഷിക്കണം, എന്തു വേണമെങ്കിലും ചെയ്യാൻ ഞാൻ. ഉണ്ണിത്താനോട് കൂറുള്ള ഏതോ പോലീസുകാരൻ ആ സത്യം ഉണ്ണിത്താനെ അറിയിച്ചു. കൂടെ നടന്നിട്ട് ചതിക്കാന്നില്ലടാ. ലാഭം കിട്ടുന്ന വകയിൽ ന്യായമായ പങ്ക് തന്നില്ലെങ്കിൽ നീ ചതിക്കൂടാ എന്ന് ഞാൻ നിനക്ക് കൂടുതലേ തന്നിട്ടുള്ളൂ. കണക്ക് പ്രകാരം എനിക്ക് നീ കൂടുതലേ കിട്ടാനുള്ളൂ. കുറുപ്പച്ച വേണ്ട, ഇത് നാട്ടുകാരുടെ പണമാ. ആ ദുഡൻ പെട്ടി ഏത്കൊണ്ട് ഓടൂ, ഓടിപ്പിടോ. രക്ഷപ്പെട്ടോടാ. കാട്ടാപ്പള്ളി കുറുപ്പച്ചന്റെ മകൻ നാഗേന്ദ്രന് ഉണ്ണിത്താനെ വെട്ടിയത്. മകനെ രക്ഷിക്കാൻ അന്ന് തന്നെ കുറുപ്പച്ചൻ എന്നെ വന്ന് കണ്ടു. പിറ്റേന്ന് തെളിവെടുപ്പിനായി നിന്നെ കൊണ്ടുവന്നപ്പോ വാങ്ങിച്ച പണത്തിന് നന്ദി എനിക്ക് കാണിക്കേണ്ടി വന്നു. പണം മോഷ്ടിക്കാൻ വേണ്ടിയല്ലേ നീ ഉണ്ണിത്താനെ വെട്ടിയത്? നീ മുഗ്ധ തന്നെ, അത് തന്നെ ഞാൻ കേളിതു. ഈ പരിസരത്ത് തന്നെയല്ലേ ആ പണം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? നിനക്ക് ദുഡ് കൊട്ടത് ഉണ്ണിത്താത്താനെ. ആ കുറുപ്പച്ചന്റെ കയ്യിൽ തന്നെയാ ആ പണം ചെന്നെത്തിയത്. പക്ഷേ തൊണ്ടിമുതലുമായി നീ കടന്നു കളഞ്ഞുവെന്നാ ഞങ്ങൾ നാട്ടിൽ പറഞ്ഞു പരത്തിയത്. ആളുകൾ കേൾക്കൊന്നും നിന്നോട് മറ്റൊരു രീതി ചോദിച്ചും നിന്റെ തലയിൽ ആ കുറ്റം ചാർത്തിയത് ഞാൻ തന്നെയാ. ഈ സത്യം ഞാൻ എവിടെ വേണമെങ്കിലും ബോധിപ്പിക്കാം. മല്ലയ്യ വീരുവാണ് നാട്ടിൽ മുഴുവൻ അറിഞ്ഞു. അവരാകെ ഇളകിയിരിക്കുക. നമ്മുടെ ബംഗ്ലാനോർ കല്ലെറിഞ്ഞു. ഇപ്പൊ ഇതാ തോട്ടത്തിൽ ഷെഡും കത്തിച്ചു. ഇതാണ് യഥാർത്ഥത്തിൽ നടന്നത്. ഈ കേസിൽ ഇദ്ദേഹം നിരപരാധിയാണ്. ഉണ്ണിത്താനെ വെട്ടിയിട്ട് നാട്ടുകാരുടെ പണവുമായിട്ട് മുങ്ങിന്നാണല്ലോ ആരോപണം. തെഫ്റ്റും മർഡർ അറ്റംപ്റ്റുമാണ്. പ്രൊസീജിയറൊക്കെ സാറിന് അറിയാമല്ലോ. അറസ്റ്റ് രേഖപ്പെടുത്താൻ തരമില്ല. മല്ലയ്യോടൊന്ന് സഹകരിക്കാൻ പറയണം. മല്ലയ്യ ഇപ്പൊ പുറത്തു പോകുന്ന അപകടമാണ്. നാട്ടുകാരാകെ വയലന്റ് ആയിരിക്കുക. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇവിടെയാണ് സേഫ്. നാളെ നമുക്ക് കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കാം. എല്ലാം നിയമപരമായി തന്നെ നമുക്ക് തെളിയിക്കാം. എന്റെ മൊഴി കോടതിയിൽ സോളിഡ് പ്രൂഫായിരിക്കും. പിന്നെ ഈ നാട്ടുകാരുടെ മുന്നിൽ മല്ലയ്യയ്ക്ക് തല ഉയർത്തിപ്പിടിച്ച് നടക്കാം. ധൈര്യമായിട്ടിരിക്കും. നാഗേന്ദ്ര സാറേ, ഇനി കഷ്ടപ്പെട്ട ആളെ തപ്പി നടക്കണ്ട. ആളത്തെ താനേ ഇങ്ങ് കൂട്ടിക്കയറി വന്നിട്ടുണ്ട്. സാറിങ് വന്നാ നമുക്ക് ഒരുമിച്ച് ഇവനെ ഒന്ന് സൽക്കരിക്കാം. സൽക്കാരം നിനക്ക് ഞാൻ തരാമട നായിന്റെ പാട്ട്. നിനക്ക് നൻപക ಗೊತ್ತಿಲ್ಲ അന്തിമവനെ. നടന്നതെല്ലാം നീ കോടതി പറയല്ലേ? സാർ അറിഞ്ഞോ? കോടതിയിൽ മൊഴി നൽകേണ്ട കൃഷ്ണദാസ് ഇന്നലെ ഒരു കാർ ആക്സിഡന്റിൽ മരിച്ചു. ഇനി ഇവൻ എങ്ങനെ സത്യം തെളിയിക്കുന്ന എനിക്ക് അറിയേണ്ടത്. എന്റെ റൂള് തീർന്നു. കണക്കുകളൊക്കെ വേഗം തീർത്തണം. അതിവിടെ വെച്ച് വേണ്ട, നാട്ടുകാരുടെ മുമ്പിൽ വെച്ച്. ഒരു തരിമ്പ് ജീവൻ ബാക്കി വെച്ചിട്ട് ഞാൻ ഇവനെ നാട്ടുകാരുടെ മുമ്പിലേക്ക് അങ്ങ് എറിഞ്ഞു കൊടുക്കും. പിന്നെ അവര് നോക്കിക്കോളും. ജനങ്ങളെ വഞ്ചിച്ചവനെ ജനങ്ങൾ ആക്രമിച്ചു കൊന്നു.
അതായിരിക്കണം നാളത്തെ വാർത്ത. അല്ലാതെ ഇവനൊക്കെ ജയിലിൽ പോയ കുറച്ചുനാൾ കഴിയുമ്പോ ഇങ്ങ് ഇറങ്ങി പോരും. ഇതാവുമ്പോ ഇവിടെ വെച്ച് തന്നെ എന്നേക്കുമായ അന്ത്യം. കൊണ്ടിയെന്ന് ഇറക്കിവനെ ഭ്രാന്തളകിയ ജനത്തിന്റെ മുന്നിലേക്ക്. നമ്മളെ ചതിച്ചുണ്ടാക്കുക ഇതല്ല. അവന്റേതായി ഭൂമിയിൽ ഒന്നും ഉണ്ടാകാൻ പാടില്ല. വെട്ടി നിർത്താനല്ല, വെട്ടിക്കളയാനല്ല, അരിഞ്ഞ് തള്ളണം. പോ. വേണ്ട, കണ്ടോ ഈ നാട്ടുകാർ മുഴുവൻ ഇപ്പൊ നാഗേന്ദ്രന്റെ ഭാഗത്താ. ഇവരുടെ മുമ്പിൽ നീ കള്ളനാ. മകളെ കെട്ടിക്കാനും വീട് പണിയാനും സ്വരുക്കൂട്ടി വെച്ചിരുന്ന ഇവരുടെ പണം മോഷ്ടിച്ചോണ്ട് പോയ കള്ളൻ. എല്ലാം കൈവിട്ടു പോയല്ലോ ഗോപാല. ഇനി എന്ത് ചെയ്യും? സത്യം അറിയാവുന്ന ഒരേ ഒരാൾ ഉണ്ണിത്താൻ മാത്രമേ ഉള്ളൂ. ഇനി ഉണ്ണിത്താൻ സംസാരിക്കണം. ഇനി നീ എന്തൊക്കെ വിളിച്ചു പറഞ്ഞാലും ഇവരാരും വിശ്വസിക്കില്ല. ഇപ്പൊ ഞാനൊരു വിരൽ അണിക്കാ മതി, ഇവിടെ ഒരു പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ നിന്നെ ഇവർ കൊല്ലും. പക്ഷെ നിന്നെ എനിക്ക് വേണം. ഇവരുടെ മുമ്പിൽ എനിക്ക് ജയിക്കണം. എന്നെ തോൽപ്പിച്ചിട്ട് നീ രക്ഷപ്പെട്ടു. എനിക്ക് രസപ്പെടണ്ട. ഇവർ മുന്നിൽ വെച്ച് നിനകൊന്നാ മതി. അച്ഛനെ പോലെ സ്നേഹിച്ച മനസ്സിനെ വെട്ടിയതിന്, ഈ നാട്ടുകാരെ മുന്നിൽ എന്നെ കള്ളനാക്കിയതിന് നിന്നെ കൊല്ലണം. നായിന്റെ പട്ടി പട്ടി മോനെ. വേണ്ട, ഇദ്ദേഹത്തിന്റെ സംസാരശേഷി ഒരിക്കലും തിരിച്ചു കിട്ടില്ല. ഇനി ആ പ്രതീക്ഷ വേണ്ട. ഇനി എന്താ ചെയ്യാ? ഇനി മല്ലയ്യ പറഞ്ഞൊരു ബുദ്ധിയുണ്ട്. അടിച്ചു കൊല്ലടാ അവനെ. ഉണ്ണിത്താൻ സംസാരിച്ചേ, ഉണ്ണിത്താൻ സംസാരിച്ചേ, ഉണ്ണിത്താൻ സംസാരിച്ചു. ഉണ്ണിത്താനെ വെച്ചത് മല്ലയല്ല, ഈ നിൽക്കുന്ന പണിക്കരാ. ഞാനോ? ആ, താൻ തന്നെ. തോന്നിയാസം പറയരുത്. ഒരു തോന്നിയാസമില്ല. ഉണ്ണിത്താൻ സംസാരിക്കാൻ ചെയ്ത് ഞങ്ങളത് കേൾക്കാൻ ചെയ്ത്. അതെ, ഞാനാരും കുത്തിട്ട് വിട്ടിട്ടൊന്നുമില്ല. ഉണ്ണിത്താൻ വെളിവില്ലാതെ വല്ലതും പറഞ്ഞായിരിക്കും. അയ്യോ, എന്നെ ഒന്നും ചെയ്യരുത്. ഞാനല്ല ഉണ്ണിത്താനെ വിട്ടിയത്. ഈ നാഗേന്ദ്ര മുതലാളിയാ. ഈ നാഗേന്ദ്ര മുതലാളി വിട്ടെന്ന് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എന്റെ മക്കളാണ് സത്യം. പറ മുതലാളി,
പണമിളകി ആന കുത്താൻ വന്നാലും നെഞ്ചും പിരിച്ച് നേരിടണമെന്നല്ലേ? മുതലാളിയാണ് വെട്ടിയത് നിന്നാൽ അന്തസ്സായിട്ട് നിന്ന് പറ. ഇനി ഞാൻ അപ്പുറത്ത് നിന്നില്ലേ രക്ഷയില്ല. മുതലാളി എന്നോട് ക്ഷമിക്കണം. നീ നാട്ടുകാരെ പൊട്ടം കളിപ്പിക്കല്ല, നായിന്റെ പട്ടി മോനെ. ശിവനെ ഗോപാല നൻകെ നൻപക്ക ಗೊತ್ತಿಲ್ಲ ನನ್ ಮಗನೇ. കുറിച്ചേർത്തിക്കോ വിടണ്ട, ഞാനൊന്ന് ചെണ്ട കൊട്ടട്ടെ. ശിവനെ നമുക്കുള്ളവരില്ല, അതിന്റെ പേരിൽ പിള്ളേരെ ഏൽപ്പിച്ചു കൊടുത്തു. മരിക്കുന്നവരെ ഞാൻ കൂടെ കാണും, എന്നെ കൈവിടരുത്. മല്ലയ്യയുടെ കൂടെ ഇനി ഞങ്ങളുണ്ടാ. പൊക്കടാ ശിവനെ. ശിവനെ പണിക്കാരാ, സൂക്ഷിച്ച് തള്ളണേ, കയറ്റമാണ്. ഈ പണിയെടുത്ത് ജീവിക്കുന്നതാ ഏറ്റവും വലിയ പണി. ഈ വണ്ടിക്കാളയൊക്കെ സമ്മതിക്കണം. ആഹാ, നിനക്ക് ചുമടാണല്ലേ പണി, ഞാൻ വണ്ടിക്കാളയാ. അങ്ങോട്ട് സ്പീഡിന് നടകാളെ. അത് ശരി, നമുക്ക് പണിയും തന്നിട്ട് മല്ലയ്യ കുടുംബാസൂത്രണങ്ങളുമായിട്ട് എങ്ങോട്ടാ? നിൻകെ നൻപക്കെ ಗೊತ್ತಿಲ್ಲ നൻ മകനെ. കൊത്തലക്ക് നിർത്തിച്ചില്ലേ? ഹലോ, പിടിവിടല്ല പണിക്കരെ, പിടിവിട്ടല്ലേ. ഇന്നിനെ എന്നെ പ്രതീക്ഷിക്കണ്ട, ഞാൻ താഴെ പാറക്കുളത്തിലോ ചാണാകുഴിയിലോ